2026 ബമ്പർ അടിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ചലഞ്ച് എടുക്കുക, ഒരു ചലഞ്ച് എടുക്കുക, അത് എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി കൈ ധരിക്കൂലേ, ധരിക്കുമ്പോഴത്തേക്ക് മറ്റേ ഓർമ്മ വരണം. അപ്പോഴും പറയുന്നു വർക്ക് ഇൻ സൈലൻസ് ആൻഡ് ലെറ്റ് ദ സൈലൻസ് സ്പീക്സ് ഫോർ യുവർ സെൽഫ് അല്ലെ. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ സൈലൻസ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വളരെ ആനന്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നിലവിൽ ഇപ്പോഴുള്ള ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയെന്നാണ് സർ ഇതിപ്പോ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായി. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ഇതല്ലേ ചോദിക്കുന്നത്. അത് നമ്മുടെ കമ്പനി ബോർഡ് വന്നപ്പോഴത്തേക്കാണ് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി എന്നെ ഇങ്ങനെ വിളിക്കുന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കമ്പനി ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ തന്നെ രണ്ടായിട്ടാണ് വിളിക്കുന്നത്. ഈ രണ്ടായിട്ട് വിളിക്കുന്നതിന്റെ ലക്ഷ്യം ആദ്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. കാര്യം നമ്മുടെ ആ പേ സ്കെയിലുള്ള വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഈ വേരിയസ് കമ്പനി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നല്ല, ഏകദേശം ഇപ്പൊ തന്നെ എത്ര വന്നിട്ട് മിസ്, ഏകദേശം 8ഓളം കമ്പനി 30 കമ്പനി കോർപ്പറേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് സിഡ്കോ ഉൾപ്പെടുന്നുണ്ട്, SC/ST അല്ലേ, ഫാമിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരു കമ്പനി ബോർഡുകളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വേരിയസിലേക്ക് ഒറ്റ തവണ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അഡ്വൈസ് ഒരാൾക്ക് ഒരു സ്ഥലത്തേ കിട്ടുള്ളൂ അല്ലേ, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സ്ഥലത്തെ കിട്ടത്തുള്ളൂ. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഉയർന്ന പേ സ്കെയിലുള്ളതും താഴ്ന്ന പേ സ്കെയിലുള്ളതും എല്ലാം കൂടെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ ചൂസ് ചെയ്യാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ് കൂടുതൽ ശമ്പള സാധ്യതയെല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആണ്. ഏതാണ്? കമ്പനി ബോർഡ്, LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ്. പിന്നെ നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് പരീക്ഷ ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. പിന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ്. 2026 ബമ്പർ അടിക്കുകയാണ്. കാത്തിരിക്കുമ്പോ കിട്ടിയ ഒരു ബമ്പറാണ്. അപ്പൊ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ബമ്പർ അടിക്കുക 2026. അപ്പൊ എടുത്തു പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, ജോലി വാങ്ങണമെങ്കിൽ ഇപ്പൊ പഠിച്ചു കയറിക്കോളാം, ഇപ്പൊ വാങ്ങിക്കോണം. 2026 ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർ അതുപോലെ ഒരു ഡൗട്ട് ആണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ സെയിം ആണോ? ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. ഗ്രേഡ് 2 എന്ന് പറയുന്നത് കൊണ്ട് മറ്റേത് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വ്യത്യാസം? ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. നമുക്ക് കമ്പനി ബോർഡിലും വ്യത്യാസമുണ്ട്, അതുപോലെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണെന്നുണ്ടെങ്കിൽ +2 വേണം, പക്ഷേ നമുക്ക് രണ്ടും ലോവർ മതി, മലയാളം ഇംഗ്ലീഷും ലോവർ മതി. പക്ഷേ അതേസമയം കമ്പനി ബോർഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് +2 വേണ്ട, 10ാം ക്ലാസ് ചെയ്ത്, പക്ഷേ ഇംഗ്ലീഷ് ഹയർ വേണം എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. സർ ഇതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ആയിരുന്നാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ അത്യാവശ്യം നിയമനം നടക്കുന്ന സ്ഥാപനങ്ങളാണോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ വിളിക്കുകയാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിയമനം നടക്കുമോ? നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ വേരിയസിന്റെ കൂടെ ചേർത്തിട്ടില്ല, പ്രത്യേകം വിളിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലേ? നിലവിലുണ്ട്. അപ്പൊ അതിൽ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനും റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ രണ്ടിനും അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിലവിൽ നമ്മൾ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഇപ്പൊ എത്ര അഡ്വൈസ് ആയി മിസ്സേ? 37+ ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അതുപോലെയാണ് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അത്ര വന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഉറപ്പായിട്ട് അഡ്വൈസിൽ നടക്കുന്ന പരീക്ഷ തന്നെയാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്, 2 നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അഡ്വൈസ് എല്ലാത്തിനും നടക്കും. പിന്നെ ഉള്ള ഗുണം എന്ന് പറയുമ്പോൾ LD ടൈപ്പിസ്റ്റ് കിട്ടുമ്പോൾ അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ചെറിയ ലിസ്റ്റ് ആയിരിക്കും ഇത് രണ്ടും. അപ്പൊ ഈ ലിസ്റ്റുള്ള ആൾക്കാർ എന്തായാലും എവിടെ കാണും? ഡിപ്പാർട്ട്മെന്റിൽ കാണും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ചെറിയ ലിസ്റ്റിലും കൂടെ ഉൾപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് കോൺസെൻട്രേറ്റ്. അതെ ലിസ്റ്റ് ഉൾപ്പെടുക. ലിസ്റ്റിൽ എവിടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും NJD ഒരുമിച്ച് വരുന്ന ഈ 3 റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് NJDകൾ പടപട അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുക, ജോലി സ്വന്തമാക്കുക. സർ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന മെജോറിറ്റി ലേഡീസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ അവരാണ്. പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ചധികം പ്രാരാബ്ദങ്ങളും അവരുടെ ടൈം മാനേജ്മെന്റും ഇതൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് തുടങ്ങണം? കുറെ പേരൊക്കെ ഉണ്ടല്ലോ സാർ ഈ ഗ്യാപ്പ് വന്നവർ ഈ പഠിത്തം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്ന അതേ ഫീലാണ്. അപ്പൊ അവരെങ്ങനെ അതൊന്ന് റിക്കവർ ചെയ്ത് ഈ കോമ്പറ്റീഷൻ ലെവല്, ഇപ്പൊ ടൈപ്പിസ്റ്റ് ആയിരുന്നാലും നമ്മുടെ കട്ട് ഓഫ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ കയറി വരുന്നുണ്ട്. ഇവർക്കൊരു കൺഫ്യൂഷനാണ്, ഞാൻ എങ്ങനെ അവരൊപ്പം എത്തൂ, പേടി, ഭയം, ഒന്ന് അറച്ചു നിൽക്കുക, ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മളിത് കമന്റ് ആയിട്ടും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഉദ്യോഗാർത്ഥികളോടൊക്കെ സാറിന് എങ്ങനെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റുക? ഈ ഒരു ചോദ്യമുള്ള ആൾക്കാരാണ് ഒരു എങ്ങനെ വലിയ 80%
ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഇത് തന്നെയാണ്. ചോദ്യമുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എടുത്തു പറഞ്ഞ നമ്മുടെ കഷ്ടപ്പാടുകളായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു നല്ല മടിയനായ ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോഴും ആണ്. എന്നാല് 19 വയസ്സ് തൊട്ട് ഒരു 3-4 PSC പരീക്ഷകൾ പഠിച്ചെഴുതുന്ന സാഹചര്യം വരുന്നു. എഴുതിയ പരീക്ഷകളെല്ലാം ജോലിയിലേക്ക് എത്തുന്ന തരത്തിൽ ആ സമയത്ത് അത് മാറി മറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അന്നത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് തന്നെ ആയിരുന്നതാണ്. അപ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പുറമോട്ട് പോകേണ്ട ആവശ്യമില്ല, മോട്ടിവേഷൻ വേണ്ടിയിട്ട് ആവശ്യമില്ല, നമുക്ക് ഉള്ളിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. അതില്ലാത്ത ആൾക്കാരും അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രീതികളെ നമ്മൾ മാറ്റിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ആലപ്പുഴയിൽ 1ാം റാങ്ക് വാങ്ങിയ ആളിനെ മെൻഷൻ ചെയ്യുന്നില്ല, 3ാം റാങ്ക് മേടിച്ച നമ്മുടെ ശരണ്യയുടെ സ്റ്റോറി നിങ്ങൾ ഒന്ന് ഉറപ്പായിട്ട് എടുത്ത് കണ്ടു നോക്കാം. അതിനകത്തുണ്ട് ഒരു ലേഡി, ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ലേഡിയുടെ, ഒരു അമ്മയുടെ, ഒരു ഭാര്യയുടെ, ഒരു മകളുടെ വേദന, നൊമ്പരം എല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മള് ഈ ഒരു ഏജ് ഭയങ്കര ഏജായി നമ്മൾ പിന്നെയും പഠിക്കാൻ പോകുന്നു പറയുമ്പോഴത്തേക്കും വേറെ ആർക്കെങ്കിലും ഒരു സ്വയം അയ്യോ ഞാനിനി പോയാൽ മറ്റുള്ളവർ എന്ത് കരുതി. അല്ല, ഇത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, വീട്ടുകാർക്ക് കുഴപ്പമില്ല, ഹസ്ബൻഡിന് കുഴപ്പമില്ല, കുഞ്ഞിന് കുഴപ്പമില്ല, സങ്കടത്തില് നാട്ടുകാരൊക്കെയാണ്. അത്രേ ഉള്ളൂ. ഒന്നും ആയി. ഈ സാർ ഇങ്ങനെ ഇത് പറയുമ്പോഴേ ആ ചോദ്യം ഫേസ് ചെയ്ത് പോവാൻ മടിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യം ഫേസ് ചെയ്തിട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾക്ക് ഈ ചോദ്യം കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ശരണ്യയുടെ കാര്യം പറഞ്ഞാൽ ശരണ്യ പഠിക്കുകയാണെന്ന് അവിടെ ആർക്കും അറിയാം. ആ ഒരു ഏരിയയിൽ പുറത്ത് പറയാതെയാണ് ശരണ്യ പഠിച്ചത്. ശരണ്യ ആ സ്റ്റോറിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇന്ന കാര്യം പഠിക്കുകയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ അപ്പോഴും പറയുന്നു വർക്ക് ഇൻ സൈലൻസ് ആൻഡ് ലെറ്റ് ദ സൈലൻസ് സ്പീക്സ് ഫോർ യുവർ സെൽഫ്. അല്ലെ, നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ സൈലൻസ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾ ആരുടെ ഒന്നും മിണ്ടണ്ട, നിങ്ങൾ ആരുടെ ഒരു മറുപടിയും പറയണ്ട, നിങ്ങളൊന്നും മിണ്ടണ്ട. നിങ്ങളുടെ മൗനം ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദിവസം വരും. നിങ്ങൾ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിലിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു ചലഞ്ച് എടുക്കുക, നിങ്ങളൊരു ചലഞ്ച് എടുക്കുക, ഇനി ഞാനൊരു സ്റ്റാറ്റസ് വിടൂല. 2026 പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് വരുന്നവരെ വാട്സാപ്പിലാവട്ടെ ഞാൻ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇടൂല എന്നൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇനി വരുന്ന സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അഡ്വൈസ് മെമ്മോ കൈ പിടിച്ചിരിക്കുന്ന സ്റ്റാറ്റസ് ആണെന്ന് തീരുമാനം എടുത്തിട്ട് അത് എഴുതി വെക്കും. നിങ്ങൾ അത് എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി കൈ ധരിക്കൂലേ, ധരിക്കുമ്പോഴത്തേക്ക് മറ്റേ ഓർമ്മ വരണം കേട്ടാ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. ഞാൻ ഈ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയ ആൾക്കാർ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതി വെക്കുക, ഞാൻ ശ്യാം സാറ് പറഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് നിങ്ങൾ ഇത് ഓർക്കാൻ പോകണം, ഇതിന്റെ താഴെ നിങ്ങൾ ലിസ്റ്റിലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വന്ന് കമന്റ് ചെയ്തിട്ടേ പോകാവൂ. നോക്ക്, നിങ്ങൾ എഴുതി വെക്കുക, സ്റ്റാറ്റസ് ഇടക്കെ നിർത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വെബിനാർ സംസാരിക്കാം. ഇതേപോലെ സൈക്കോളജിക്കലായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ മോൾഡ് ചെയ്തെടുക്കാൻ ഒത്തിരി ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വരുന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ റാങ്കുകൾ സകലതും നമ്മുടെ കുട്ടികളുടെ കയ്യിലിരിക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തിട്ടേ പുറത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ എല്ലാരും പൊരിക്കുക, തകർക്കുക. ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത ഉത്തരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, താങ്ക് യു.